അപ്പോൾ നമുക്കിവിടെ നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷിംഗ് സ്പോട്ടിലാണെങ്കിൽ നമുക്കിത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് സെറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീസ് എടുത്ത് നമ്മൾ താഴ്ത്ത് വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ അല്ല ഇതാണ് വലിയ പീസ്. ഈ കയാക്കിൻ്റെ ഏറ്റവും വലിയ പീസ് വരുന്നത് സെൻറ്റർ പോർഷനാണത്. മറി കണ്ടില്ല കണ്ട, ഇതിൽ നമ്മൾ ഇനി അറ്റാച്ച് ചെയ്യേണ്ടത് കണ്ടില്ലേ, ഇതാണ് അറ്റാച്ച് ചെയ്യേണ്ട ഓരോ സ്ഥലങ്ങൾ. ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്, ഞാനത് തിരിച്ചു വെച്ചേക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഈ പോർഷൻ അറ്റാച്ച് ചെയ്യണം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇത് അറ്റാച്ച് ചെയ്യണത് ഭയങ്കര സിമ്പിളാണ്. ഇത് നോക്ക്, വേണ്ട കണ്ട, ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. കണ്ട, ഒരു കുഞ്ഞു കൊച്ചിന് വരെ സിമ്പിളായിട്ട് കണ്ട, ഇതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ് ഏറ്റവും സിമ്പിൾ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇടുക. കണ്ടോ, നമുക്കൊരു കയാക്ക് സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം ഇതേതുണ്ട്, ഇതിൻ്റെ അടുത്ത പോർഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തിരി കയാക്ക് ഇങ്ങനെ വലിച്ച് ഇവിടെ വെച്ചതിന് ശേഷമാണ് അടുത്ത പോർഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ തുറസായ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് ടെൻഷനില്ല, വെള്ളത്തിലേക്കിട്ട് വെറുതെ നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടില്ല, ഇതാ ഏകദേശം 2 പേർക്ക് നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ കാര്യം. ഇതേ അടുത്ത പീസ് സെറ്റ് ചെയ്യാൻ പോണേന്. ഇതേ ഇവിടെ നിന്ന് എടുത്ത് വെച്ച് സെയിം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് കണ്ടോ, വെറുതെ പൊക്കുക. കണ്ട, അറ്റാച്ച് ചെയ്യുക. കണ്ട, എന്ത് സിമ്പിളായിട്ടാണ് നോക്കി. കണ്ട, ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഈ കാര്യങ്ങളിലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കൊച്ചിന് വരെ സിമ്പിളായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. കണ്ടില്ലേ, കയാക്കായി എന്ത് സിമ്പിളാണെന്നൊക്കെ. ഇത് നോക്കി, മിറാജ് സെറ്റ് ചെയ്യാൻ പറ്റിയ 2 ഹോൾസ് ഉണ്ട്. മീനിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടാം. ഇത് ലോക്കാണ്, മീനല്ല ഇത്. ശരിക്കും നമുക്ക് എന്തെങ്കിലും സാധനം സേഫ്റ്റി ആയിട്ട് വെക്കാൻ, വെള്ളം കയറാതെ വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ മീനിനെയൊക്കെ പിടിച്ച് ഇതിൻ്റെ അകത്തിടാം, ചാടിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ജസ്റ്റ് നമുക്കിത് ഇതിൻ്റെ അകത്ത് ഫോണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് അടച്ചു വെക്കാം. അതുകൂടാതെ ഈ കാണുന്ന ഹോൾസൊക്കെ ഇല്ലേ, അത് കണ്ട, ഇതൊക്കെയാണ് ഈ കയാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ടാണ് കയാക്ക് ഒരിക്കലും മറിയില്ല എന്ന് പറയാൻ കാര്യം. ഈ കയാക്കുകൾ ഒരിക്കലും മറിയില്ല. അതുകൂടാതെ ഈ സ്ഥലം കണ്ട, ഇവിടെയും ഏകദേശം ഇവിടെ വരെ വെള്ളം വരും. അപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം അറിയില്ല. പിന്നെ അതേപോലെ അടുത്തൊരു കമ്പാർട്ട്മെൻറ്റ്, 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇതേപോലത്തെ. അത് ഈ ഒരു പീസിലുണ്ട്, ആ ഒരു പീസിലുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോയിൻറ്റഡ് കയാക്കല്ല മേടിക്കുന്നത്, സിംഗിൾ കയാക്കാണെങ്കിലുള്ള പ്രശ്നം ഉണ്ടാകും. ഇതേപോലത്തെ പൊസിഷൻ എല്ലാത്തിനും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ മീനിട്ട ഈ അറ്റം തൊട്ട് മീൻ ആ അറ്റം വരെ പോകും, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. പരിപാടി കഴിഞ്ഞ് നമുക്കിത് കയറ്റാൻ. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആകെ ഈ ഒരു സെക്ഷനിൽ മീനുണ്ടാവും. കണ്ടില്ലേ, ഏത് മീനാണെങ്കിൽ ഈ സെക്ഷൻ്റെ അകത്ത് കിടക്കും. നമുക്ക് പെട്ടെന്ന് സാധനത്തിനെ
എടുക്കാൻ പറ്റും, ഉപയോഗിക്കാനും നമുക്ക് ഇതിനെ ഫിഷിങ് കഴിഞ്ഞ് മീനിനെടുക്കാൻ എളുപ്പമായിരിക്കും. അതാണ് എൻ്റെ നോട്ടത്തിൽ ഈ കയാക്കിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ബാക്കിയുള്ള സാധാരണ എല്ലാ കയാക്കിലും ഉള്ള പോലത്തെ നമ്മുടെ ടാക്റ്റിൽ ബോക്സും ഇതൊക്കെ, ഇപ്പോൾ ഐസ് ബോക്സ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് സുഖമായിട്ട് വെക്കാം. പിന്നെ ഈ കാണുന്ന ഗ്രൂ ഉണ്ടായിരുന്നു, ഈ ഗ്രൂ എന്തിനുള്ളതെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്തൊരു അറ്റാച്ച്മെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും കൂടി സ്റ്റെബിലിറ്റി കിട്ടുന്ന 2 ലീഫുകൾ, 2 സെപ്പറേറ്റ് ബോയാസ് ഉണ്ട്. അത് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന ഗ്രൂ. പിന്നെ ഈ ഏതൊക്കെ പീസാണ് നമ്മൾ അഴിക്കേണ്ടതെന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഹാൻഡിൽ കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലേ, ആ ഹാൻഡിൽ കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പൊക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാൻഡിൽ കൊടുത്തത്. ഇവിടുന്ന് ഇങ്ങനെ പൊക്കിയാണ് ഈ പീസ് വീഴുന്നതും, അതേപോലെ ഇവിടുന്ന് പൊക്കിയാണ് ഈ പീസ് വീഴുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയാക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചിട്ടാണ്. അതെ, ഈ കാണുന്നതാണ് നമ്മുടെ ഈ കയാക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം. പിന്നെ ഇത് ഈ കയാക്കിൻ്റെ അകത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇൻ കേസ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് വെള്ളം കയറി ഇത് തുറന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്യാം ഫുൾ. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ അറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലൂർ ബോക്സ്, ഐസ് ബോക്സ് ഒക്കെ വെച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുനടക്കാം. എന്ത് സാധനമാണ്. ഇൻ കേസ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൊരു മോട്ടർ വെക്കണമെങ്കിൽ അതിൻ്റെ ബാറ്ററി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊണ്ട് നടക്കാം. പിന്നെ ഇതാണ് മിറാജ് വെക്കാനുള്ള സ്പേസ്. ഈ മിറാജ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. അതിൻ്റെ പെഡലുണ്ട്. മിറാജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മിറാജ്, ഈ കാണുന്നതാണ് മിറാജ്. മിറാജിൻ്റെ ഒപ്പം നമുക്ക് സെപ്പറേറ്റ് 2 ഫിൻ വന്നുണ്ട്, കണ്ടില്ലേ? അതുകൂടാതെ അതിൻ്റെ ആക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്തേക്ക് നോക്കിയാൽ മതി. കണ്ടില്ലേ? ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. നമുക്ക് മറ്റേ പെഡൽ ചെയ്യണ പോലെ കാണിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ചവിട്ടി കൊടുത്താൽ മതി. കണ്ടില്ലേ? കണ്ടോ? ഈ ഒരു ആക്ഷനിലാണ് നമുക്ക് ഈ സാധനം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 മിറാജ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. 2 പേർക്കും അറ്റ് എ ടൈം നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരെണ്ണം മോട്ടർ യൂസ് ചെയ്യാം. മോട്ടറിന് ഏകദേശം 20,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ആ മോട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ മോട്ടറും ഒരു സൈഡിൽ മിറാജുമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഡബിൾ സീറ്റാണ് നമുക്കിത് വരുന്നത്. അത് നമുക്ക് നമ്മളുടെ സൂട്ടബിളായ രീതിയിൽ ഇത് കണ്ടില്ലേ, ഏത് രീതിയിലാണ് ഇരിക്കാൻ താല്പര്യം ആ രീതിയിൽ നമുക്കിത് ഇത് കണ്ടില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് താഴ്ന്ന് ഇരിക്കണമെങ്കിൽ ഇതേ കണ്ടില്ലേ, ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. വെള്ളമൊന്നും പിടിച്ചാലും ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരാത്ത ടൈപ്പ് മോഡലുള്ള സീറ്റുകളാണ്. പിന്നെ സീറ്റ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അതായത് കണ്ടില്ലേ, ജസ്റ്റ് ഈ ഒരു നട്ട് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് എടുത്ത് മാറ്റാം. കണ്ടില്ലേ? അതേപോലെ തന്നെ ഈ സീറ്റ് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കിത് ഊരേണ്ട ആവശ്യമില്ല. കാര്യം ഇത് നമുക്കിത് നിവർത്തിയിടാവുന്നതാണ്. ഇതിൻ്റെ കണ്ടോ, ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം. അല്ലാതെ ഇത് നമുക്ക് ഈ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ ഇനി നമുക്ക് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 റോഡ് ഹോൾഡർ ഒരു സൈഡിൽ വരുന്നുണ്ട്. 4 റോഡ് ഹോൾഡർ ഉണ്ട് മൊത്തത്തിൽ. 2 ഇവിടെ, 2 വരുന്നത് ഇവിടെ ആയിട്ടാണ്, ബാക്കിലായിട്ട്. ഒരു സീറ്റിൻ്റെയും ബാക്കിലായിട്ടാണ് റോഡ് ഹോൾഡർ വന്നിരിക്കുന്നത്. അതുകൂടാതെ 2 ലൈഫ് ജാക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ 2 പെഡൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു കയാക്ക് മേടിക്കുകയാണെങ്കിൽ ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ഐറ്റംസാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്കിതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒന്നും വേണ്ട, ഈ മിറാജിന് പോലും 2 ഫിൻ വെച്ച് നമുക്ക് 4 ഫിൻ ഇതിന് കോംപ്ലിമെൻ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോപ്രോയോ വല്ല ആക്സറീസ്, എന്തെങ്കിലും ആക്സറീസ്, ക്യാമറയോ എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പൊസിഷനാണിത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിലാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ. ഇത് കണ്ടില്ലേ, ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ഈ കയാക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ട് ചരിക്കണം ഇതല്ലേ, അത് നമ്മൾ സെറ്റ് ചെയ്യണതാണ്. കണ്ടില്ലേ? ഇത് നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഈ ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മളിത് ഈ മോഷൻ നമുക്ക് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ? നമുക്ക് എങ്ങോട്ടാണ് വളക്കേണ്ടത് ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് വളയും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ. ആക്ച്വലി ഇത് ഭയങ്കര ഒരു സിമ്പിളായിട്ട് ആൾക്കാർക്ക്
യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു കയാക്കാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത 2 പേർക്ക് പോവാം. ഫിഷിങ്ങിന് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2 പേർക്ക് പോകുമ്പോൾ നമുക്ക് ഇത്രയും കൂടി സൗകര്യമായിരിക്കും ഫിഷിങ്. പിന്നെ അതെ ഇതിൻ്റെ അകത്ത് പെഡൽ വെക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതല്ലേ, ജസ്റ്റ് ഇതേ പിടിച്ച് വലിക്കുക, ഇതിവിടെ ഇരുന്നോളും. നമുക്ക് ഫിഷിങ്ങിൻ്റെ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പെഡലെടുത്ത് യൂസ് ചെയ്താൽ മതി. അതും 2 പീസുണ്ട്, ഒന്ന് അവിടെ ഇരിപ്പുണ്ട്, ഒന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മൾക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ്. 2 കയാക്കിൽ 2 പേരുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലങ്ങളിലായിട്ടാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഫിഷിങ് കഴിഞ്ഞ് കയറാൻ പോകുമ്പോൾ ഇത് പൊക്കി വെക്കാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല, ഇത് കണ്ടോ, നമ്മൾ ജസ്റ്റ് വിട്ടു കൊടുക്കണമെങ്കിൽ ഇതേ ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് കണ്ടോ താഴത്തേക്ക് പോകാനും ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം. കണ്ടോ, ഇതിലിങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഇത് പതിയെ പൊങ്ങി കണ്ടോ പതിയെ പൊങ്ങി വേണ്ട, ഒറ്റ വിടൽ പതിയെ കൊണ്ടുവന്ന് കണ്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ വലിച്ചാൽ തിരിച്ച് പോകുകയും ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതായിരിക്കും കണ്ടോ, പതിയെ വിട്ട് കൊടുക്കണം, സ്പീഡിൽ വിടാം. അതുപോലെ ഇതിനും ഡ്രെയിൻ ചെയ്യാനുള്ള സ്പോട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിനും ഫ്രണ്ടിലത്തെ പീസിനും മാത്രമുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള എങ്ങനെയെങ്കിലും വെള്ളം കയറിയ ഡ്രെയിൻ ചെയ്യാനുള്ള ഹോളുണ്ട്. പിന്നെ ഇത് ഞാൻ ഫ്രണ്ടിൽ കാണിച്ച പോലത്തെ തന്നെ ഇത് കണ്ടില്ല, നമുക്ക് കയാക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഹാൻഡിലാണിത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിനെപ്പറ്റി പറയാനുള്ള ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകളും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,27,000 റുപ്പീസാണ്. അപ്പോൾ ഈ പ്രൈസിൽ ഇതേപോലത്തെ ഒരു കയാക്ക് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പിന്നെ ഇന്ത്യയിൽ നമുക്ക് ഇതുവരെ 3 പീസ് കയാക്ക് കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.